ആലുവയിലെ LDFിൻ്റെ നിയമസഭാ സ്ഥാനാർത്ഥി AM ആരിഫാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് മാറുകയാണ്. അപ്പോൾ പ്രവർത്തന മണ്ഡലം മാറുന്നതിൻ്റെ ഒരു പ്രശ്നം തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഇല്ല, ഒന്നും ബാധിക്കത്തില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ ആലപ്പുഴ പട്ടണത്തിലാണ് സംഘടനാ പ്രവർത്തനത്തിലും ഇതെല്ലാം ഉള്ളത്. ചേർത്തലയിലെ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്താണ് അരൂർ പോയി മത്സരിക്കാൻ പറഞ്ഞത്. അവിടെ ആലപ്പുഴയിൽ നോക്കിയാൽ 29 കിലോമീറ്ററുണ്ട്. അവിടെ തുടർച്ചയായ 3 തവണ നല്ല ഭൂരിപക്ഷത്തിൽ, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവസാനമായപ്പോൾ ബഹുമാനപ്പെട്ട ഗൗരിയമ്മയോട് മത്സരിച്ചാണ് ഞാൻ നിയമസഭാംഗമാകുന്നത്. അവിടുന്ന് പിന്നെ മൂന്നാമത് എത്തുമ്പോൾ 38,519 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി. അവിടുത്തെ ജനങ്ങൾ ആ നിലയിൽ സ്വീകരിക്കപ്പെട്ടു. അവിടുത്തെ വികസന പ്രശ്നങ്ങളിലെല്ലാം പരിഹാരം കണ്ടു. കുടിവെള്ളം മുതൽ പെരുമ്പളം പാലം വരെ എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്തൊരു ജനപ്രതിയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ പാർലമെൻറ്റ് അംഗമായി പോയതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ആളാണ് ഷാനിമോള് പ്രവർത്തനത്തിൽ പരാജയപ്പെട്ടതോടുകൂടിയാണ് വീണ്ടും ദലീമ തിരഞ്ഞെടുക്കപ്പെട്ടത്. ദലീമ ഒരു വർഷമേ ആയുള്ളൂ, ഒരു ടേമേ ആയുള്ളൂ, വർഷമല്ല, ഒരു ടേമേ ആയുള്ളൂ. അപ്പോൾ എല്ലാ അങ്ങനെയുള്ള മെമ്പർമാർക്കും ഇത്തവണ മത്സരിക്കാൻ അവസരം ഗവൺമെൻറ് പാർട്ടി തീരുമാനിച്ചു കൊടുത്തിരിക്കും. കാര്യം ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് ഇവരിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവസരം കൊടുക്കാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദലീമ അവിടെ മത്സരിക്കുന്നത്. ആലുവ കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ്. 2011 മുതൽ അൻവർ സാദത്ത് വിജയിച്ചു വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ മത്സരം അത്ര എളുപ്പമായിരിക്കും എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഒരു മത്സരവും എളുപ്പമാണെന്നും വളരെ ലാഘവബുദ്ധിയോ കാണുന്നില്ല. ഗൗരിയമ്മ 50 കൊല്ലമായിട്ട് പ്രധാനം ചെയ്ത മണ്ഡലത്തിൽ ജയിച്ചു വന്നത് വളരെ ലാഘവബുദ്ധിയോ കണ്ടിട്ടല്ലല്ലോ, സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഈ ആലപ്പുഴയിലൊരു വിഷയത്തിലേക്ക് പോയാൽ നിങ്ങളുടെയൊക്കെ മാർഗ്ഗദർശിയായ, നിങ്ങളുടെയൊക്കെ വളരെ സീനിയറായ നേതാവായിരുന്നു G. സുധാകരൻ. അദ്ദേഹം ഇങ്ങനെ പാർട്ടി വിട്ടു പോകും എന്ന് നേരത്തെ കരുതിയിരുന്നു? പാർട്ടി വിട്ടു പോകുമെന്ന് കരുതിയില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പുള്ളി ഈ നിലപാടുകളെല്ലാം പറഞ്ഞതും പ്രവർത്തിച്ചതും ചെയ്തതുമെല്ലാം ഈ ലക്ഷ്യത്തിലായിരുന്നു എന്ന് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അന്ന് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് അത്ര കണ്ട് വില കുറച്ച് കണ്ടിരുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പം കോൺഗ്രസ് പിന്തുണ നൽകും എന്ന വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നാണ് കരുതുന്നത്? കോൺഗ്രസിനകത്ത് അദ്ദേഹം പിന്തുണ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് തന്നെ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോഴും പറയുന്നത് പിണറായി നല്ല മുഖ്യമന്ത്രിയാണ്, പിണറായി മുഖ്യമന്ത്രി ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് സമീപ ദിവസം കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ പിണറായിയെ മുഖ്യമന്ത്രിയാക്കാൻ നടക്കുന്ന ഒരാളിന് കോൺഗ്രസ് പിന്തുണ കൊടുക്കുമ്പോൾ എങ്ങനെ ശരിയാകും? കോൺഗ്രസ് അണികൾ വോട്ട് ചെയ്യുമോ? സ്വാഭാവികമായും അവർക്കിടയിൽ ഇതുണ്ടാവും. പിന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അദ്ദേഹത്തിന് തിരിച്ചടിയായി വരികയാണ്. കാര്യം അവിടുത്തെ സ്ഥാനാർത്ഥി കമ്മ്യൂണിസ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം 2 തവണ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു സലാം. അങ്ങനെ ഒരാളെക്കുറിച്ചൊക്കെ അദ്ദേഹം അങ്ങനെ പറയാവൂ? കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ഒരാളെയും വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പ്രവർത്തിച്ചവന്. അപ്പോൾ അദ്ദേഹം ചില ഘട്ടങ്ങളിൽ പറയാറുണ്ട്, ഞാനാണ് സലാമിൻ്റെ പേര് നിർദ്ദേശിച്ചത് എൻ്റെ പിൻഗാമിയായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അപ്പോൾ ഈ പിൻഗാമിയായി കമ്മ്യൂണിസ്റ്റ് ഇല്ലാത്ത ഒരാളുടെ പേര് അദ്ദേഹം നിർദ്ദേശിക്കാവും? ഇതെല്ലാം ഒരു സാധാരണ ലോജിക്കിന് നിരക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള ആൾ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിലുള്ള പോയിന്റ്സ് പറയുന്നില്ല. അതാണ്. അപ്പോൾ ആലുവയിലെ വിജയം സുനിശ്ചിതമാണോ? വിജയം സുനിശ്ചിതമാണ്, ഉറപ്പാണ്. വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. തീർച്ചയായും. ഏതായാലും ആലുവയിൽ മത്സരിക്കുന്ന LDFിന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആണ് നമ്മളോടൊപ്പം ചേർന്നത്. അദ്ദേഹം ആലുവയിലെ വിജയം സുനിശ്ചിതമാണ്, കോൺഗ്രസിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് നവാസ് മണ്ണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.